ഇന്ന് നമുക്ക് മാമ്പഴ കൂട്ടാൻ വയ്ക്കാം. മാമ്പഴം ഇപ്പം മഴക്കാലമായതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കുമ്പളങ്ങയും കൂടി അതിലിടാം. മാമ്പഴം ഒന്നും അത്ര ഫ്രഷല്ല, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ കറുത്ത് ആക്കിയായിട്ടായിരിക്കണം. എൻ്റെ കൊച്ചുമോനാണെങ്കിൽ മോരൊഴിച്ചുകൂട്ടാൻ വെച്ചാൽ മാമ്പഴ കൂട്ടാൻ മാങ്ങ തന്നെ ഇടണം നിർബന്ധം. കുറച്ച് ഞാനെടുത്ത് ഫ്രീസറിൽ വച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് തന്നെ. പക്ഷെ അത് എൻ്റെ ഇളയ മോളും കൊച്ചുമക്കളും ഒക്കെ വരും ബാംഗ്ലൂരിൽ നിന്ന്, അവർ കൂട്ടിയിട്ടേ ഇല്ല ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരും കൂടി വന്നിട്ട് അതെടുക്കാം. അപ്പോൾ ഇവന് പറഞ്ഞു മോരൊഴിച്ചുകൂട്ടാൻ നമ്മൾ സാധാരണ മാമ്പഴം ഇല്ലാണ്ടൊക്കെ വയ്ക്കത്തില്ലേ, പക്ഷേ ഇവനത് സമ്മതിക്കുന്നില്ല. ഇവൻ പറയണത് എനിക്ക് മാങ്ങ തന്നെ. 2-3 മാങ്ങ ആരും അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അത്ര ഫ്രഷൊന്നുമല്ല, അത് കറുത്തിപ്പോൾ മഴ പെയ്ത് എന്തൊരു മഴ കറുത്തിരിക്കുന്ന മാങ്ങയാണ്. സ്വാദുണ്ടാവുമെന്നും അത്ര എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അവന് വേണ്ടിയിട്ട്, എൻ്റെ മോനല്ലേ അവൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ ഗൈസ്, നമുക്ക് അടുപ്പ് കത്തിക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചു. അതാ കുമ്പളങ്ങ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി 1, 2 മധുരം ഇട്ട് ഒരു 3 സ്പൂൺ ഇടണം. ഇവിടെ എരിവത്തിൽ കൂടുതൽ ഇഷ്ടമുള്ള എല്ലാവർക്കും, അതുകൊണ്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. അങ്ങനെ ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ പോയി കരിവേപ്പില എടുത്തുകൊണ്ട് വരാം, മാങ്ങ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മാമ്പഴം ചെത്തിയെടുക്കാം. ഇതിൻ്റെ തൊലി ഞാൻ ചെത്തന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര പഴുത്തിട്ടില്ല, അപ്പോൾ തൊലി അങ്ങനെ പോരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെത്തിയിട്ടിടാൻ. എന്തായാലും വേവിക്കാനുള്ളതല്ലേ, മധുരം തന്നെയായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആ തൊലി അത്ര പഴുക്കാത്തോട്ടാണ് ചെത്തണത്. അല്ലെങ്കിൽ നമുക്ക് തൊലി പൊളിച്ചാൽ മതി. ഞങ്ങളിങ്ങനെ മുഴുവനപ്പാടെയാണ് മാങ്ങ ഇടുന്നത്. കാരണം വെച്ചാൽ ചെത്തിയിടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് പിള്ളേർക്കിടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ അവർക്കത് മുഴുവനപ്പാടെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഓരോരോ സ്ഥലത്ത് ഓരോരോ പോലെ. ഇവിടുത്തെ പിള്ളേർക്ക് ഇത് കൂട്ടി ഇങ്ങനെ വീട്ടിൽ മാങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുഴുവനപ്പാടെ ഇഷ്ടം പോലെ കൊടുക്കുമ്പോൾ അങ്ങനെ കഴിച്ച് ശീലം. അപ്പോൾ നമ്മൾ ഉപ്പിടുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി പോരെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഓക്കെ, ഒന്ന് ഇളക്കുക. വീണ്ടും അടച്ചു വെച്ച് അതൊന്ന് വേവിക്കുക. കുമ്പളങ്ങ അരച്ച് വേവിട്ട് എന്നിട്ട് മാങ്ങ ഇടാം. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കരിവേപ്പില കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് കാറ്റ് വന്നിട്ട് മറിഞ്ഞു കിടക്കാണ്. അപ്പം അതിന് നമുക്ക് കുറച്ച് കരിവേപ്പില ഫ്രഷ് കരിവേപ്പില കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഓക്കെ ബസ്. നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള അരപ്പ് നോക്കാം. ഞാൻ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ എല്ലാത്തിനും നന്നായിട്ട് വേണം. ഓരോ ചുട്ടാനും പ്രത്യേകിച്ച് കുറച്ച് കുറുകിയേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഏകദേശം ആയിട്ടുണ്ട്. കണ്ടില്ലേ കിടന്നത് വേണതേ. അപ്പോൾ ഇത്രയും എന്താ മതി. ഇനി നമുക്ക് മാങ്ങയും കൂടി വേവിക്കാനുണ്ട്. നമ്മൾ മാങ്ങ എടുത്ത് വെച്ചില്ലേ, അയ്യോ തെറുത്ത് ചിലപ്പോൾ അതെടുത്ത് ഇട്ടു. എന്നിട്ട് അതും കൂടി കിടന്നൊന്നുകൊണ്ട് വേവട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുകയാണ്. തേങ്ങ നല്ല വെണ്ണ പോലെ അരയണം. അരയ്ക്കണത് എടുക്കണ്ട. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. നല്ല വെണ്ണ പോലെ ജീരകവും പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം ആവശ്യത്തിന്. 1 തേങ്ങ അരച്ചു ഞാൻ. കാരണം വെച്ചാൽ തേങ്ങ കറി ഇവിടെ അത് ഞങ്ങൾക്ക് ഇത്തിരി കുറുക്കി വേണം കറി, അതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ലോണം അതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് തിളച്ച ഒരു പച്ചച്ചോ മാറണം തേങ്ങയുടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. മോര് കടുവത്തിട്ട് കഴിഞ്ഞാൽ കഴിയും. തൈര് ഒഴിക്കുകയാണ്.
കുറച്ച് മധുരത്തിൽ ശർക്കരപ്പൊടി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, ഉലുവ, മുളക്. കടുകിടാം. കടുക് പൊട്ടി. കുറച്ചും കൂടെ കടുകിടാം. ഉലുവയിടാം. 1 സ്പൂൺ ഉലുവയിട്ട് മുളകിടാം. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാൽ ഇപ്പം നല്ലതാണ്. അവസാനം നമുക്ക് കറിക്കത്തിട്ട് ഒരു കളറോ ഇത് എൻ്റെ സീക്രട്ടാണ് കേട്ടോ. ഞാനത് ആർക്കും അധികം പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് മുളക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടാനിൽ ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മാജിക്. കുറച്ച് അടച്ചിട്ട് അപ്പോൾ സൂപ്പർ മാമ്പഴ കൂട്ടാൻ റെഡിയായി. നിങ്ങളേവരും